നമസ്കാരം. തെലങ്കാനയിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ BRSന് വമ്പൻ തിരിച്ചടി. BRSന്റെ MP ആയ രഞ്ജിത്ത് റെഡ്ഡിയാണ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സിലാണ് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത് റെഡ്ഡി കോൺഗ്രസിൽ ചേരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മുതിരാജ് സമുദായത്തിലെ പ്രമുഖനായ കസാനി ജ്ഞാനേശ്വറിനെ ഷെവല്ലയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് റെഡ്ഡിയുടെ ഭാഗത്ത് നിന്നും രാജി ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം BRSൽ നിന്നും രാജിവെക്കുന്ന 5ാമത്തെ MP കൂടിയാണ് രഞ്ജിത്ത് റെഡ്ഡി എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രഞ്ജിത്ത് റെഡ്ഡിക്കൊപ്പം MLA ആയ D നാഗേന്ദ്രൻ BRSൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നു കയറിയിരിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിലാണ് ഇരുവരും കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള അംഗത്വം എടുത്തിരിക്കുന്നത്. BRSന്റെ വാറങ്കൽ MP ആയ പശുനൂരി ദയാകർ ഇന്നലെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. നേരത്തെ സഹീറാബാദ്, നാഗർ കുർണൂൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള BRSന്റെ MPമാരായ BB പട്ടീലും B രാമുലുവും BJPയിലേക്ക് ചേരുകയും ചെയ്തിരുന്നു. BJPയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ച മുൻ BRSന്റെ MLA ആയ അരൂരി രമേശിന് വേണ്ടി തെലങ്കാനയിൽ BRSന്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഏറ്റുമുട്ടിയത് ദേശീയ തലത്തിൽ പോലും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്തായാലും BRSനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടതും BRSന്റെ നേതാവായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കെ കവിതയുടെ അറസ്റ്റും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ പ്രതികാര നടപടികളും ഒക്കെ ഇതിന് കാരണമാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഒന്ന് വ്യക്തമാണ്, തെലങ്കാനയിലെ അധിപന്മാരായിരുന്ന BRSന് ഇനി അധികം ആയുസ് ഉണ്ടാവില്ല. ഇനി തെലങ്കാനയിൽ പോരാട്ടം നടക്കാൻ പോകുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേറായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.